ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു എന്നെ കുറുമ്പിസ് വേൾഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും എൻ്റെയും പൊന്നൂൻ്റെയും അബ്രാമിയുടെയും ഒക്കെ അഡ്വാൻസ് ഹാപ്പി ഓണം വിഷ് ചെയ്യുന്നു. നിങ്ങളുടെ ഇത്തവണത്തെ ഓണം കളർഫുൾ ആവട്ടെ, അടിപൊളിയാവട്ടെ, സൂപ്പർ ആവട്ടെ. എല്ലാവരും അടിച്ചു പൊളിച്ച് ആഘോഷിക്കുക കേട്ടോ. പിന്നെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിരാമിക്കും പൊന്നൂനും ഇന്ന് സ്കൂളിൽ ഓണം സെലിബ്രേഷൻ ആണ്. അപ്പോൾ അതിന് വേണ്ട പർച്ചേസിങ് വീഡിയോസ് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടു. കണ്ടവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് കേട്ടോ. കമൻറ്റ് ചെയ്തവർക്കും ഒരുപാട് താങ്ക്സ്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ ഇത് സ്കൂളിലോട്ട് പോകുന്ന ഒരു വീഡിയോ ആണ്. ഇപ്പം രണ്ടുപേരും രാവിലെ ഒരുങ്ങാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. പൊന്നും ഇവിടെ ഭയങ്കര ഹാപ്പിയാണ്, കണ്ടില്ലേ? പാട്ട് പാടുന്നു, ഡാൻസ് കളിക്കുന്നു. അവൾക്ക് തന്നെ അറിയില്ല. കാരണം പുതിയ ഡ്രസ്സ് അതിടണം. പിന്നെ മുല്ലപ്പൂ, ഓർണമെന്റ്സ് ഒക്കെ ഇട്ടിട്ട് പോകുന്നതിൻ്റെ ഭയങ്കര ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, അതിലാണ് പൊന്നു. ഒരു രക്ഷയില്ല. പൊന്നൂന് ഒരു 9:30 10 മണി ആകുമ്പോഴേക്കും ചെന്നാൽ മതി. അഭിരാമിക്ക് പക്ഷേ എട്ടരയാകുമ്പോഴേ ചെല്ലണം. അപ്പോൾ അഭിരാമി ആദ്യം ഒരുങ്ങാന്ന് പറഞ്ഞു. അദ്യാമിക്ക് ധാവണിയായിരുന്നു. പൊന്നൂന് പാവാടയും ബ്ലൗസായിരുന്നു. അപ്പം നേരത്തെ തന്നെ അവർ വന്നു. രണ്ടുപേരും പുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടിരുന്നു. അഭിരാമിക്ക് പിന്നെ സെറ്റല്ല, ഈ ധാവണി ഉടുത്തു കൊടുക്കണമായിരുന്നു. അപ്പം അത് ഞാൻ ഉടുത്തു കൊടുത്തു. അവൾ തന്നെ മുടിയും കാര്യങ്ങളൊക്കെ അവൾ തന്നെ സെറ്റ് ചെയ്തു കേട്ടോ. ഒരുങ്ങലും ഒക്കെ അവൾ തന്നെ സെറ്റ് ചെയ്തു. ബാക്കി കാര്യങ്ങളൊക്കെ അഭിരാമി തന്നെ ചെയ്ത്. ഇത് ഉടുത്തു കൊടുത്താൽ മാത്രം മതി അദ്യാമിക്ക്. അതിൻ്റെ ഇടയിൽ ഒരുത്തി കണ്ടിട്ടുണ്ട് പുതപ്പൊക്കെ ഇട്ടിട്ട് ധാവണി ഉടുക്കുവാന്നും പറഞ്ഞിട്ട്. അവൾക്ക് ഇഷ്ടമാണ്. പക്ഷെ അവൾ ധാവണി ഉടുത്തപ്പോഴേക്കും ഭയങ്കര വലിപ്പം തോന്നിയത് കൊണ്ട് നമ്മൾ പറഞ്ഞു, വേണ്ട, നീ പാവാടയും ബ്ലൗസ് ഇട്ടാൽ മതി ഇപ്പോൾ. അങ്ങനെ പിന്നെ മാത്രമല്ല, അവരുടെ സ്കൂളിൽ അലൗഡും അല്ലായിരുന്നു കേട്ടോ. കുഞ്ഞു പിള്ളേരല്ലേ, അപ്പം അത് വേണ്ടാന്ന് ടീച്ചേഴ്സിനോട് പറഞ്ഞതുകൊണ്ട് നമ്മൾ പിന്നെ അത് വേണ്ടാന്ന് വെച്ചതാണ്. എന്താണേലും അഭിരാമിക്ക് അങ്ങനത്തെ പ്രശ്നമില്ല. അതുകൊണ്ട് അവൾ പിന്നെ ഇതാ കൊടുത്ത ധാവണി കൊടുത്തു. അടിപൊളിയായിട്ട് ഒരുങ്ങി. അവൾ ഒരുങ്ങി കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്താണേലും ഈ കോസ്റ്റ്യൂമിന് അഭിരാമിക്ക് മലയാളം മങ്കയ്ക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് ആ ഷർട്ട് വീട്ടിൽ വന്നതാണ്. അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പൊന്നൂനെയാണ് ഒരുക്കുന്നത്. പൊന്നൂൻ്റെ സ്കൂളിൽ അങ്ങനെ മലയാളി മങ്ക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അവിടെ വടംവലി, പിന്നെ അങ്ങനെയുള്ള ഗെയിംസ് ഇല്ലേ, ഓണം മിഠായി കൊടുക്കല്, പൂക്കളം മത്സരം, അങ്ങനെയുള്ളതൊക്കെ ഉള്ളൂ. അഭിരാമിയുടെ സ്കൂള് വേറെ ഏതെന്നവരുടെ വേറെ വെറൈറ്റി ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു. പൊന്നൂസിൻ്റെ അവിടെ വടംവലിക്കൊക്കെ പൊന്നൂസിനായിരുന്നു ഫസ്റ്റ്. പൂക്കളം മത്സരത്തിനൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു. കഴിഞ്ഞ തവണയൊക്കെ അവർക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത്തവണ ഒന്നും കിട്ടിയില്ല അപ്പോൾ. അഭിരാമി എങ്ങനെയുണ്ട്? നിങ്ങളൊന്ന് നോക്കിക്കേ, അടിപൊളിയല്ലേ? ആ ഫോട്ടോസ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. സുന്ദരിയല്ലേ? ഇതിന് മലയാളി മങ്ക ഫസ്റ്റ് കിട്ടിയായിരുന്നു അവൾക്ക്. അത് കഴിഞ്ഞ് അവള് പോയിട്ടോ. അവൾക്ക് 8:30 പോകണമെന്ന് പറഞ്ഞില്ലേ, അവൾ പോയി. പിന്നെ പൊന്നൂനെ ഒരുക്കാൻ വേണ്ടി. പിന്നെ ഇവർ ബാക്കി കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നതുകൊണ്ട് വലിയ ടെൻഷനില്ല. ഒരുക്കങ്ങളൊക്കെ അവരെയുമേ ചെയ്യുന്നത്. പൊന്നൂനാണെങ്കിലും ഇപ്പം മുഖത്തൊക്കെ ഇട്ട് കൊടുക്കുക, ഞാൻ ഇടാന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് പറയും. അവൾക്ക് ഒറ്റയ്ക്ക് ഇട്ടിട്ട് ഇടുന്നതാണ് ഇഷ്ടം. ഇങ്ങനെ ഒത്തിരി ഓവറാവാതെ അവൾ തന്നെ ഇടുന്നതാണ് ഇഷ്ടം. ഞാൻ ചെയ്യുമ്പോൾ ഓവറായി പോകുമെന്നാണ് പറയണത്. ഞാൻ ഇട്ട് കൊടുക്കുമ്പോഴേക്കും ഇതെല്ലാം കൂടും, വേണ്ട അമ്മ ഇട്ട് തരണ്ടെന്ന് പറയും. അവൾ തന്നെ ഒറ്റയ്ക്ക് ഒരുങ്ങുന്നതാണ് അവൾക്ക് ഇഷ്ടം. പിന്നെ മുടി ഞാൻ കെട്ടിക്കൊടുത്തു. ഇത്തവണ മുടി അവൾക്ക് ഞാൻ കെട്ടിക്കൊടുക്കാന്ന് പറഞ്ഞിട്ട് മുടി ഞാൻ കെട്ടിക്കൊടുത്തു. ബാക്കിയൊക്കെ അവൾ തന്നെ ചെയ്തേ. പിന്നെ ഇത് നല്ല രസമില്ലേ? ഇത് ഞാൻ ആ ഷോപ്പിംഗ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. നാളെയും കമ്മല് ഇതേ സെയിം മോഡൽ വരുന്ന വളയും ഉണ്ടായിരുന്നു. പക്ഷെ വള ഇവർക്ക് പാകാവില്ല. അതുകൊണ്ട് പിന്നെ ആ വള ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു. എന്താണേലും ബാക്കി ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാനാണ് മുടിയൊക്കെ കെട്ടിക്കൊടുത്തത്. മുടി കെട്ടിക്കഴിഞ്ഞ് പിന്നെ മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട് പോകാൻ റെഡിയായി. പൊന്നൂൻ്റെയും ഫോട്ടോ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ചേർക്കുന്നുണ്ട്. അപ്പം അതും ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. എങ്ങനെയുണ്ട് ഒരുങ്ങിയതെന്നൊക്കെ എല്ലാവരും പറയണം. പിന്നെ എല്ലാവരുടെയും ഓണാഘോഷമൊക്കെ എവിടം വരെയായി? അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അറിയിക്കുക. ഇതാണ് പൊന്നൂസിൻ്റെ സ്കൂൾ കേട്ടോ. നമുക്ക് അഭിരാമിയുടെ സ്കൂളിൽ പോകാൻ പറ്റിയിട്ടില്ല. ഇത് പൊന്നൂൻ്റെ സ്കൂളാണ്. അവിടെ പൂക്കള മത്സരത്തിന് ഉള്ള പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പോഴേ. ഇവള് ഗ്രൂപ്പ് തിരിച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പം ഭയങ്കര ബിസി ആയിപ്പോയി. പിന്നെ അവിടെ ചെന്ന ഉടനെ പൂക്കൾ പറിക്കലും കണ്ടപ്പം ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. നമ്മളൊക്കെ പഠിച്ച സമയത്ത് അതൊക്കെ ഭയങ്കര ഓർമ്മയിലോട്ട് പോകണം. ഇത് പൊന്നൂൻ്റെ കൂട്ടുകാരി കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അവളുടെ ഒരു കൂട്ടുകാരി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.